കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിച്ചത്. ഇതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും അത്ര സുഖകരമായ വാർത്തയല്ല. കാരണം ചൈനയും അമേരിക്കയും കൂടുതൽ അടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റഷ്യയെയും ഇന്ത്യയുമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയും ഇന്ത്യയും ഇപ്പോൾ പുതിയ ചില നയതന്ത്ര തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന നിർണായകമായ വിവരം പുറത്തു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ എത്തുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ദില്ലിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കൂടിയാണ് പുടിൻ എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസിയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച് സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ദില്ലിയിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും പുടിൻ പങ്കെടുത്തിരുന്നു. ഇതോടെ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇത് തീർച്ചയായും അമേരിക്കയെയും ചൈനയും തെല്ലൊന്ന് ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയും റഷ്യയും കൂടുതൽ അടുക്കുന്നത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടമല്ല, ചൈനയ്ക്കും അതത്ര സുഖകരമായ കാര്യമല്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സന്ദർശനത്തോടു കൂടി അമേരിക്കയും ചൈനയും തമ്മിൽ ചില കരാറുകളിൽ ഏർപ്പെടുകയും അത് മാത്രവുമല്ല താരിഫ് വിഷയത്തിൽ അടക്കം ഒരു സമവായ ധാരണയിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനയിലെ തായ്വാൻ വിഷയവുമായി ബന്ധപ്പെട്ട അമേരിക്ക ഇനി ചൈനയുടെ ഒപ്പമാണ് നിൽക്കുക എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറെ നാളത്തെ അസ്വാരസ്യങ്ങൾക്ക് അവസാനം ഇട്ടുകൊണ്ട് ചൈനയും അമേരിക്കയും തമ്മിൽ വളരെയധികം അടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു. ഇത് തീർച്ചയായും ലോകരാജ്യങ്ങളെ ഒരു തരത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ചൈനയും അമേരിക്കയും കൂടുതൽ അടുക്കുമ്പോൾ ഇന്ത്യയും റഷ്യയും കൂടുതൽ അടുക്കാൻ പോവുകയാണ്. എന്തായാലും അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഇന്ത്യ കൂടുതൽ കാര്യങ്ങൾ ശക്തമായി നടത്തുമെന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സെപ്റ്റംബർ 12, 13 തീയതികളിലാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ദില്ലിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്നാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പുടിന്റെ സന്ദർശനത്തിനിടെ നടക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ മാസം ആദ്യം റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യയിൽ എത്തിയിരുന്നു. ദില്ലിയിൽ നടന്ന ദ്വിദിന ബ്രിക്സ് അംഗങ്ങളുടെ കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇറാൻ US സംഘർഷത്തിൽ ഇന്ത്യക്ക് ദീർഘകാലത്തേക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ റഷ്യ ബന്ധത്തെ സവിശേഷമായ തന്ത്രപ്രധാന സഹകരണം എന്നാണ് അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അടുപ്പം റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരുപാട് നാളായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പക്ഷേ അതത്ര ഇഷ്ടവുമല്ല, ചൈനയ്ക്കും അതത്ര ഇഷ്ടമല്ല. എന്തായാലും ട്രംപും ചൈനയും കൂടുതൽ അടുക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും അതുപോലെ റഷ്യയും കൂടുതൽ അടുക്കുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും ഗുണകരമായിരിക്കും.